നമസ്കാരം. മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ ടൊവിനോ തോമസ് വലിയ വില്ലനാണോ? ടൊവിനോ തോമസ് നമ്മുടെ സനൽകുമാർ ശശിധരൻ്റെ സിനിമ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ആ സിനിമ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് അതിൻ്റെ സംവിധായകനായ സാക്ഷാൽ സനൽകുമാർ ശശിധരൻ തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതിന് മറുപടിയുമായി ടൊവിനോ തോമസ് വരികയും ചെയ്തു. എന്താണ് സാഹചര്യം എന്ന് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് തുടക്കം മുതൽ തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ഭാഗത്ത് ആദ്യമുണ്ടായ സംഭവമാണ് സനൽകുമാറിൻ്റെ ആരോപണം, രണ്ടാമത് ടൊവിനോയുടെ വിശദീകരണം, മൂന്നാമത് ഡോക്ടർ ബിജുവിൻ്റെ പ്രതികരണം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം സനൽകുമാർ ശശിധരൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. സനൽകുമാർ വിശദമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇക്കാര്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ടൊവിനോ തോമസിന് വഴക്ക് എന്ന് പറയുന്ന തൻ്റെ സിനിമ റിലീസ് ചെയ്യാതിരിക്കാനാണ് ഇഷ്ടം എന്നും അതിനുവേണ്ടിയാണ് അയാൾ പ്രയത്നിക്കുന്നതും എന്നൊക്കെയുള്ള ഒരുപാട് വലിയ ആരോപണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ അതുപോലെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നുകിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കണം, അല്ലെങ്കിൽ അത് ഓൺലൈൻ റിലീസ് ചെയ്യണം എന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളുമായി സംസാരിക്കുന്നതിനായി തൻ്റെ മാനേജറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ടൊവിനോ പറഞ്ഞു. ഏറെ താമസിയാതെ സിനിമയുടെ വിതരണാവകാശം സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും ടൊവിനോയുടെ മാനേജറെ ഏൽപ്പിക്കാനുള്ള ഒരു കരാറിൻ്റെ കരടും എനിക്ക് അയച്ചു തന്നു. കയറ്റം എന്ന സിനിമയിലെ സമാനമായ ഒരു സംഭവത്തിൻ്റെ ദുരനുഭവം കാരണം ഞാൻ അതിന് വഴങ്ങിയില്ല. കയറ്റം എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ സിനിമയാണ്. മഞ്ജു വാര്യർ നായികയാക്കി സനൽകുമാർ ശശിധരൻ എടുത്ത സിനിമയാണ്. ആ സിനിമയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടും ആ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമുള്ള ചില തർക്കങ്ങളുടെയും അതിൻ്റെ ശേഷമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെയൊക്കെ കാര്യം നമ്മൾ കണ്ടതാണ്. മഞ്ജു വാര്യർക്കെതിരായ ചില നീക്കങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹം ചില കാര്യങ്ങൾ ഉന്നയിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നിടം വരെ കാര്യങ്ങൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. ആ കയറ്റം എന്ന സിനിമയിലെ അനുഭവങ്ങളെ ആണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കരാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ മറ്റൊരു കാര്യമാണ് എന്ന് മാത്രം. എങ്കിലും OTT പ്ലാറ്റ്ഫോമുകളുമായി ചർച്ച ചെയ്യുന്നതിന് 3 മാസത്തേക്കുള്ള അധികാരം ഞാൻ അയാൾക്ക് എഴുതി നൽകി. പൊതുവെ വഴക്ക് എന്ന സിനിമ പുറത്തു വരുന്നത് ടൊവിനോയ്ക്ക് അത്ര ഇഷ്ടമില്ല എന്ന് ഇതിനിടെ പല കാരണങ്ങൾ കൊണ്ടും തോന്നിയിരുന്നു. പലതും ആളുകൾ വലുതെന്ന് കരുതുന്ന മനുഷ്യർ പലരും വാസ്തവത്തിൽ എത്ര ചെറുതാണ് എന്ന് സത്യം എന്നെ പഠിപ്പിച്ച സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സിനിമ പുറത്തു വരാനുള്ള ഒരു നീക്കവും ഉണ്ടായില്ല. OTTകളെല്ലാം സിനിമ നിരാകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇക്കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ നല്ലതും ചീത്തയുമായ എല്ലാ സിനിമകളും ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ വഴി പുറത്തു വന്ന സമയമാണ് ഇതെന്ന് ഓർക്കണം. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വഴക്ക് തിയേറ്ററിൽ എത്തിക്കാൻ എന്നെ സഹായിക്കാമെന്നും അതിനായി പണം മുടക്കാൻ സന്നദ്ധനാണ് എന്നും പറഞ്ഞ് ഒരാൾ മുന്നോട്ട് വന്നു. ഞാൻ വീണ്ടും ടൊവിനോയെ വിളിച്ചു. വഴക്ക് തിയേറ്ററിൽ വരുത്തുന്നത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നും അത് താൻ എഴുതിത്തരാം എന്നും ടൊവിനോ വാദിച്ചു. പണം മുടക്കാൻ തയ്യാറായി വന്നയാൾ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടൊവിനോ അതിന് എന്തിനാണ് വേവലാതിപ്പെടുന്നു എന്ന് എൻ്റെ ചോദ്യത്തിന് എന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ടൊവിനോ എനിക്ക് അയച്ചു. എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ്, എന്നാലും സാരമില്ല, ഞാൻ 2-3 സിനിമ കൊണ്ട് അത് മേക്കപ്പ് ചെയ്യും എന്നായിരുന്നു അത്. എന്താണ് ടൊവിനോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല. സിനിമ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഭീതികൾ അയാളെ അലട്ടുന്നത് കൊണ്ടാണോ എന്നെനിക്ക് മനസ്സിലായില്ല. എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു വഴക്ക് എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ജീവിതത്തിൽ അവിചാരിതമായുണ്ടായ ചില സംഭവങ്ങൾ കാരണം ഞാൻ സിനിമാ സംവിധാനം നിർത്തി. പക്ഷേ എൻ്റെ ഏറ്റവും നല്ല സിനിമ ചെയ്തിട്ടാണ് അത് അവസാനിപ്പിച്ചത് എന്ന തൃപ്തി എനിക്കുണ്ട്. 2020 ഡിസംബറിൽ ചിത്രീകരണം പൂർത്തിയാവുകയും 21 ഏപ്രിൽ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്ത വഴക്ക് 24 മെയ് മാസത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ട് ടൊവിനോ തോമസ് മനസ്സ് വെച്ചാൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തത്? ഇപ്പോൾ എനിക്ക് ടൊവിനോ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ട്. വഴക്ക് നിർമ്മിക്കുന്ന സമയത്ത് ടൊവിനോ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അന്നത് പുറത്തു വന്നിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വിരോധം അയാൾക്കെതിരെ തിരിയുമായിരുന്നു. സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ ചെറുതായെങ്കിലും അത് ഒരു കല്ലുകടി ആയിരുന്നേനെ. കച്ചവടത്തിൻ്റെ സമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിൻ്റെ ലോകത്തിൽ വിജയം വരിക്കാൻ സാധിക്കൂ. ടൊവിനോ ചെയ്തത് തെറ്റാണോ, അല്ല ശരിയാണോ, അല്ല പിന്നെ എന്താണ്, അധർമ്മമാണ് എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. സനൽകുമാർ നേരത്തെ പറഞ്ഞ കയറ്റം സിനിമ പറഞ്ഞ് ചോര, ജോജു ജോർജിനെ നായകനാക്കി എടുത്ത ചോര നമുക്കറിയാം. ചോരയിൽ ജോജു ജോർജിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് സനൽകുമാർ. ഇപ്പോൾ ടൊവിനോ തോമസും നമ്മുടെ മുമ്പിൽ സനൽകുമാർ ഉയർത്തിക്കാട്ടുന്ന പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സിനിമയിൽ സംഭവിച്ചത് എന്ന് ഈ പറഞ്ഞ സനൽകുമാറിൻ്റെ പ്രതികരണത്തിൻ്റെ ഓരോ കാര്യങ്ങളെടുത്ത് ടൊവിനോ വിശദീകരിക്കുന്നുണ്ട്. ടൊവിനോയുടെ പ്രതികരണം കണ്ടതിന് ശേഷം നമുക്ക് ഡോക്ടർ ബിജുവിലേക്ക് കടക്കാം. ആദ്യം മുതലുള്ള സംഭവങ്ങൾ ടൊവിനോ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റും അദ്ദേഹത്തോടുള്ള ആ ഫിലിം മേക്കറിനുള്ള റെസ്പെക്റ്റും കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷന്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത്. അതൊരു 27 ലക്ഷം രൂപയോളം ഞാൻ മുടക്കുകയും 1 രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പുള്ളി
ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ അതൊരു ഫിലിം ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വോയിസ് ക്ലിയർ അല്ലാന്ന് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്ട് ചെയ്തു. ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസ് കൂടെ വന്നിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല. നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എൻ്റെ ഏത് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല. അങ്ങനെ പുള്ളി ഇതിന് ശേഷം നമുക്ക് IFFK സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFK ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ IFFK അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയന്റെ 2-ാം മോഷണം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട്, തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംബന്ധിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരെടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFK വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ക്ലിപ്പ് ഒക്കെ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFK കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കളക്ടറെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവർ ആയി പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല. നമ്മൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ അടുത്ത് ചേട്ടാ OTTയിലൊക്കെ നമ്മൾ ഡയറക്റ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും. അതല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പോയൊരു സിനിമയായിട്ട് ഇത് മാറും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാന്ന് പറഞ്ഞ കാര്യം ആ IFFK കണ്ട ആൾക്കാരൊന്നും അത്രയും ആൾക്കാരൊന്നും എല്ലാ ദിവസവും ഇത്രയും തിയേറ്ററിൽ എല്ലാ ഷോയ്ക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് മണ്ടത്തരമാണ്. എങ്കിലും ആ മെസ്സേജിൽ ഇപ്പോഴും ഞാനിപ്പോൾ ഇന്നും കൂടെ രാവിലെ എടുത്ത് ഞാൻ പറഞ്ഞ കറക്റ്റില്ലെന്ന് ഞാൻ കേട്ടു നോക്കി. എങ്കിലും ചേട്ടന് അതിനും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പുള്ളി ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളെ പറ്റിയോ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിയിട്ടോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ OTTയിൽ നമുക്ക് ഇതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ എല്ലാ OTTകളുമായിട്ടും എന്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. എന്റെ മാനേജർ ഗൂഗിളുണ്ട്, ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് OTT എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ്, ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം. നമ്മളൊരു സിനിമ സെല് ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും OTTയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ്. അന്ന് സല്ലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു IP റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എന്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പൈസ മുടക്കിറക്കുന്നത് ഞങ്ങളുടെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കണ്ട. കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതുപോലെ പുള്ളി പറഞ്ഞു മറ്റേ എന്റെ കരിയർ അറ്റ് സ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ചേട്ടാ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ അന്നൊരു പരാജയ ചിത്രമാണ്, ഡോനോന്റെ ഒരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 2 ദിവസം പറയുമായിരിക്കും. പക്ഷെ ഒരു 2-3 സിനിമ കൊണ്ട് എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് കിട്ടില്ല. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതാണ്. അതിന്റെ കയ്യിൽ കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. അതിനുശേഷം ഈ OTTയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതെയപ്പോൾ ഞാൻ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് OTTയിൽ റിലീസ് ചെയ്താലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം, പക്ഷെ നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാർ വെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
ചേട്ടൻ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ചേട്ടൻ വാശി വിട്ടാൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല, നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല്ല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല്ല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ഈ പറഞ്ഞ OTTസിനൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട. അപ്പോൾ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കറിയില്ല, ഗൂഗിളിന് അങ്ങനെ ആരെയും തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിളിന് സനൽകുമാർ ശശിധരൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ്, അല്ലാതെ വേറൊരു പരിചയമുള്ളതല്ല. അപ്പോൾ ഗൂഗിൾ വഴി ചെയ്യണ്ട, ഇങ്ങനെയാണ് പറഞ്ഞത്. അതും കണ്ടു, ഗൂഗിളിനോട് പറയണ്ട, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് 2023 ജൂലൈ 23-നാണ്. അപ്പൊ അതിന് ഞാൻ ഓക്കെ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊറോണയുടെ ഒക്കെ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ മാമി ഫിലിം ഫെസ്റ്റിവലിന് അപ്ലൈ ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കും അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള സമയമായത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ അല്ല, ഒരു വെർച്വൽ ഫെസ്റ്റിവൽ. അന്ന് ഫെസ്റ്റിവൽ നടന്നില്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട്, പക്ഷെ അത് വെർച്വൽ ഫെസ്റ്റിവലാണ്. നമ്മൾ ഡയറക്ട്ലി പോവല്ല, മൂവീസ് നമ്മൾ വിമിയോ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരത് സ്ക്രീൻ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നതായിരുന്നു പ്രോസസ്സ്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ചേട്ടാ എങ്ങനെയാണ് പ്രോസസ്സ്, നമുക്ക് അപ്ലൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട, അങ്ങനെ നമ്മളുടെ അത് അയച്ചു കൊടുത്താൽ അവരത് ലീക്ക് ചെയ്യും, അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കും, അപ്പൊ എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മെയിലാണ് ഞാൻ പുള്ളിക്ക് അയച്ചു. അതിനുശേഷം ഈ പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായതാണ് മുംബൈ ഫെസ്റ്റിവൽ 2022. 23 ഞാൻ വീണ്ടും അയച്ചു. ഇങ്ങനൊരു മെയിലുണ്ട്, എനിക്ക് വന്നതാണ്, എന്നെ CC ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മെയിലാണ് അത്. എനിക്ക് മുംബൈ ഫെസ്റ്റിവലിൽ നിന്ന് ഡിയർ സനൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യുന്ന ഒരു മെയിലായിരുന്നു. അതിൽ എന്നെ CC വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു. ചേട്ടാ ഇതാണ് അയച്ചത്. ചേട്ടാ ഇങ്ങനൊരു സാധനം അയച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ അതിനകത്ത് അവർ ടാഗ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ചേട്ടനത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് എന്റെ അടുത്ത് വിളിച്ചവര് ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിന് ദിവസങ്ങൾക്ക് ശേഷം ഒരു 10-20 ദിവസം കഴിയുമ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് ടോവി ഐ വാസ് നോട്ട് ഇൻ വാട്സ്ആപ്പ് ഫോർ സം ടൈം, സോറി ജസ്റ്റ് ഹേർഡ് ദിസ്, വി അപ്ലൈഡ്. അപ്പൊ എനിക്ക് സന്തോഷം. ഇതാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺവെർസേഷൻ. ഇനി വഴക്ക് എന്ന ചിത്രം OTTയിൽ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ഒരു ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗൂഗിളിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അക്കാഡമിക് സർക്കിളിലുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ കരിയർ ഏതെങ്കിലും ഒരു സിനിമ അക്കാഡമിക് സർക്കിളിലുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്നൊരു കരിയറാണെന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യജാലകങ്ങൾ പോലൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും അത് തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. അന്നൊരു ദിവസം ഫുൾ ഞാൻ പ്രൊമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ എല്ലാ മീഡിയാസും കണ്ടതാണ്. ഡോക്ടർ ബിജു സാറും അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാധികയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സിനിമ നമ്മൾ OTTയിലും അവർ വാങ്ങി. കാരണം പോളിസീസ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിജു സാറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതായിരുന്നു. അപ്പൊ ഞാൻ കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം ചെയ്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. ഇനിയാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ ഇങ്ങനെ അക്കാഡമിക് സർക്കിളിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് അതിനെ സെല്ല് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാനും ഈ ഗിരീഷ് ഏട്ടനുമാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ. ഞാനൊരു 27 ലക്ഷം മുടക്കിയിട്ടുണ്ട്, പുള്ളി ഒരു 27 ലക്ഷം മുടക്കിയിട്ടുണ്ട്. സനലേട്ടന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. പുള്ളി പലതവണയായിട്ട് ശമ്പളമായിട്ട് മേടിച്ചിട്ടുണ്ട്. IFFKയിൽ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല, അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലൊന്നും എനിക്കൊരു പരാതിയില്ല, കാര്യം പുള്ളിക്ക് ജീവിച്ചു പോകാൻ പൈസ വേണം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. പുള്ളി എന്നോട് ചെയ്ത പോലെ പുള്ളിയുടെ ക്യാരക്ടർ അസാസിനേഷൻ എന്റെ കാര്യമേ അല്ല. എനിക്ക് ഇപ്പോഴും പുള്ളിയോട് ആസ് എ ഫിലിം മേക്കർ റെസ്പെക്ട് ഉണ്ട്, പുള്ളി ചെയ്ത സിനിമയോട് ഇഷ്ടമുണ്ട്. പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന സനലേട്ടനോട് എനിക്ക് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട്. ഇപ്പോഴത്തെ സനലേട്ടനെ എനിക്ക് മനസ്സിലാവുന്നില്ല. സനൽകുമാർ ഒരുപക്ഷെ നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അദൃശ്യനായ ഒരു ശത്രുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും സമീപനം രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് ടൊവിനോ പറയുന്നുണ്ട്. നേരത്തെ തുടക്കം മുതൽ അദ്ദേഹം പെരുമാറിയതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ള കാര്യം ടൊവിനോ വിശദീകരിച്ചിട്ടുണ്ട്. സമയം താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇതിനു മുമ്പിട്ടുള്ള പോസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്.
ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാനല്ല. ഒരാളുടെ മാനസിക നിലയോ ഒരാളുടെ ചിന്താഗതിയോ സ്വഭാവ സവിശേഷതയോ ഇതൊന്നും വിലയിരുത്താനായിട്ട് ഞാൻ ആരുമല്ല. ഇതാണ് എന്റെ ഭാഗത്ത് പറയാനുള്ള സത്യാവസ്ഥ. ചുരുക്കത്തിൽ അകാരണമായ എന്തൊക്കെയോ കാര്യങ്ങൾ രൂപപ്പെടുത്തുകയും അതിന്മേൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുകയാണ്, ഈ സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടുപേരുടെയും പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. സനൽകുമാർ പറയുന്നത് പോലെ മുഖ്യധാരയിലെ കച്ചവട സിനിമയ്ക്കപ്പുറത്ത് സിനിമ ചെയ്യാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അത്തരം സിനിമകൾ പുറത്തിറങ്ങുന്നതിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ല, ചെയ്തു പോയ വഴക്കൊരു അബദ്ധമായിരുന്നു എന്ന് ടൊവിനോ കരുതുന്നുണ്ട് എങ്കിൽ അദൃശ്യജാലകങ്ങൾ പോലെ ഡോക്ടർ ബിജുവിൻ്റെ ചിത്രത്തിലൊക്കെ അഭിനയിക്കുകയും ആ സിനിമയുടെയും സഹനിർമ്മാതാവായി സിനിമയ്ക്കുള്ള ചെലവ് വഹിക്കുകയും ചെയ്യുന്ന ഒരാളായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുമോ എന്ന് നമുക്ക് സ്വയം ആലോചിച്ച് നോക്കാവുന്നതാണ്. ടൊവിനോ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അദൃശ്യജാലങ്ങളുടെ സംവിധായകൻ ഡോക്ടർ ബിജുവിൻ്റെ പ്രതികരണം കൂടി ഇവിടെ ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച വിശദീകരണം ഇട്ടിട്ടുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. അദൃശ്യജാലകങ്ങൾ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ അക്കാദമിക്കൽ സ്വഭാവത്തെപ്പറ്റി പൂർണ്ണമായും ബോധ്യമുള്ള ഒരു നടനായിരുന്നു ടൊവിനോ. എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ സിനിമ കാണാൻ എത്തുന്ന ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു സിനിമയല്ല ഇതെന്ന കൃത്യമായ ധാരണ സംവിധായകനും നിർമ്മാതാക്കൾക്കും ടൊവിനോയ്ക്കും ഉണ്ടായിരുന്നു. തൊട്ടു മുമ്പിൽ തല്ലുമാല പോലെ ഒരു സിനിമയുടെ വലിയ തിയേറ്റർ വിജയത്തിൻ്റെ സമയത്താണ് ടൊവിനോ അദൃശ്യജാലകങ്ങൾ ചെയ്യുന്നത്. കച്ചവട സിനിമയിൽ മലയാളത്തിലെ ഒരു യുവ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന നടൻ തിയേറ്ററുകളിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ സാധ്യതയില്ല എന്നുറപ്പുള്ള ഒരു സിനിമയിൽ തീർത്തും ഗ്ലാമറസ് ആയ യാതൊരു നായക പരിവേഷവുമില്ലാത്ത വേഷത്തിൽ അഭിനയിക്കാൻ തയ്യാറാവുക എന്നത് ചെറിയ കാര്യമല്ല. പ്രമേയത്തോടും സംവിധായകനോടുമുള്ള ഒരു വിശ്വാസം കൂടിയാണ്. തിയേറ്ററിൽ ഓടില്ല എന്നതിൻ്റെ പേരിൽ മുഖ്യധാര നടപ്പ് രീതികൾ പിന്തുടർന്ന മാധ്യമങ്ങളും കാണികളും ഫാൻസും കളിയാക്കാൻ സാധ്യതയുണ്ട് എന്നത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം ഒരു സിനിമയുടെ നിർമ്മാണ പങ്കാളിയായി കൂടി ടൊവിനോ വന്നു. പിന്നെ ഡോക്ടർ ബിജു വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട ഭാഗത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നു: ഒരു നടൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലുമൊക്കെ ടൊവിനോയുടെ സഹകരണവും പെരുമാറ്റവും സമാനതകളില്ലാത്തതായിരുന്നു. ചിത്രീകരണ സമയത്ത് മാത്രമല്ല, ഈ നിമിഷം വരെയും അത് അങ്ങനെ തന്നെയാണ്. സിനിമ പൂർത്തിയായ ശേഷം ആദ്യ പ്രദർശനം ഏതെങ്കിലും പ്രധാന ചലച്ചിത്രമേളകളിൽ നടത്തുന്നതിനായി ഏതാനും ചലച്ചിത്രമേളകൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോഴേക്കും നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT റൈറ്റ്സ് വളരെ വലിയ തുകയ്ക്ക് സ്വന്തമാക്കി. സെപ്റ്റംബർ മാസത്തേക്ക് റിലീസ് ഷെഡ്യൂൾ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. അതേ സമയത്താണ് ലോകത്തെ പ്രധാനപ്പെട്ട ആദ്യ 14 ചലച്ചിത്രമേളകളിലൊന്നായ എസ്റ്റോണിയയിലെ താലിൻ ബ്ലാക്ക് നൈറ്റ് ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് ചിത്രം തിരഞ്ഞെടുക്കപ്പെടുന്നത്. മേള നവംബർ മാസത്തിലാണ്. അവിടെ ആദ്യ പ്രദർശനം വേണം എന്നത് മേളയുടെ നിബന്ധനയുമാണ്. നെറ്റ്ഫ്ലിക്സ് സെപ്റ്റംബറിൽ റിലീസ് ഷെഡ്യൂൾ ചെയ്തതിനാൽ അത് മാറ്റിയില്ലെങ്കിൽ ഫെസ്റ്റിവൽ പ്രീമിയർ സാധ്യമാകില്ല എന്നവസ്ഥ. നിർമ്മാതാക്കൾക്കൊപ്പം ടൊവിനോ കൂടി നെറ്റ്ഫ്ലിക്സുമായി സംസാരിച്ചിട്ടാണ് റിലീസ് ഡേറ്റ് നവംബറിൽ താലിനിലെ പ്രദർശനത്തിന് ശേഷം എന്നത് സാധ്യമാക്കിയത്. താലിനിലെ മേളയിൽ പങ്കെടുത്തത് ഞാനും നിർമ്മാതാവ് രാധിക ലാവുവും ടൊവിനോയും ഉൾപ്പെട്ട സംഘമാണ്. ഈ OTT റിലീസിന് മുമ്പ് തിയേറ്റർ റിലീസ് മാൻഡേറ്ററി ആണ് എന്നതിനാൽ നവംബറിൽ ഒരാഴ്ചത്തെ തിയേറ്റർ റിലീസ് മാത്രമാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത്. റിലീസിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തു. വളരെ വലിയ തുകയ്ക്ക് സെയിലായ ചിത്രമാണ് അദൃശ്യജാലകങ്ങൾ. സിനിമ പിന്നീടും നിരവധി മേളകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴും ഒട്ടേറെ മേളകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, പ്രദർശിപ്പിക്കുന്നു. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, മുരളി, നെടുമുടി വേണു, തിലകൻ, ഭരത് ഗോപി തുടങ്ങിയ നടന്മാരായിരുന്നു മുഖ്യധാരാ സിനിമകൾക്കൊപ്പം ആർട്ട് ഹൗസ് സിനിമകളിലും അഭിനയിച്ചിരുന്നത്. ഇപ്പോഴത്തെ യുവനിരയിലെ സൂപ്പർ താര നടന്മാരിൽ ആ ഒരു രീതി പിന്തുടരുന്നത് ടൊവിനോ ആണ്. മുഖ്യധാരാ സിനിമകൾക്ക് ഒപ്പം അക്കാദമിക് സിനിമകളും ഇടയ്ക്കിടെ ഉണ്ടാവുക എന്നതും അത്തരം സിനിമകളിലും മുഖ്യധാരാ താരങ്ങൾ പങ്കാളികളാവുക എന്നതും സിനിമയുടെ കലാത്മക ധാരയ്ക്ക് പ്രധാനമാണ്. അത്തരത്തിൽ സാമൂഹിക ബോധമുള്ള ഒരു നടനാണ് ടൊവിനോ. അങ്ങനെ ഒരു നടൻ തൻ്റെ ഏതെങ്കിലും സിനിമ പുറത്തിറങ്ങാൻ തടസ്സം സൃഷ്ടിക്കും എന്ന നിലയിലുള്ള ആരോപണങ്ങൾ ബാലിശവും വസ്തുതാവിരുദ്ധവും ആയിരിക്കും എന്നതിൽ തർക്കമില്ല. അത്തരം വ്യാജ ആരോപണങ്ങൾ പുതിയ ചെറുപ്പക്കാർക്ക് അക്കാദമിക് സിനിമകൾ ചെയ്യുവാൻ താരങ്ങളെ സമീപിക്കുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഏതായാലും ടൊവിനോയ്ക്കൊപ്പം ഒരു സിനിമ ചെയ്യുകയും മേളകളിൽ ഒന്നിച്ച് പങ്കെടുക്കുകയും ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒന്ന് പറയാം: ടൊവിനോ ഒരു റെയർ സ്പെസിമെൻ ആണ്. വീണ്ടും ഏതു രീതിയിലും പാകപ്പെടുത്താൻ തക്ക ശേഷിയുള്ള ഒരു അസാധ്യ നടനും താരവുമാണ് അയാൾ. ലോക സിനിമകളെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ഒരു നടൻ. സൂപ്പർ താരത്തിനപ്പുറം നമ്മുടെ സുഹൃത്ത് എന്ന നിലയിൽ ഒപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് അയാൾ അഭിനയിച്ച ഒരു സിനിമയും പുറത്തിറങ്ങുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കില്ല.
ഒരുപക്ഷെ മുഖ്യധാര സിനിമയ്ക്ക്, കച്ചവട സിനിമയ്ക്ക് അപ്പുറത്തുള്ള സിനിമയിൽ അഭിനയിക്കാനും അത് പുറത്തിറക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള സനൽകുമാർ ശശിധരൻ്റെ ആരോപണത്തെ ഖണ്ഡിക്കുന്നതാണ് അദൃശ്യജാലങ്ങളുടെ സംവിധായകൻ കൂടിയായ ഡോക്ടർ ബിജുവിൻ്റെ പ്രതികരണം. ഇതാണ് ഈ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. നമുക്ക് മൊത്തത്തിൽ വായിക്കുമ്പോൾ സനൽകുമാറിൻ്റെ ആരോപണം എന്തോ ഒരു പന്തികയുള്ളതായിട്ട് തോന്നും, ഇല്ലേ? അങ്ങനെ ഒരു ടൊവിനോ പറഞ്ഞതുപോലെ തന്നെ ലോകം മുഴുവൻ എൻ്റെ ശത്രുവായി നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ധാരണയോടെയാണ് സനൽകുമാർ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഏറ്റവും ഒടുവിലായി ഉന്നയിച്ച ഒരാരോപണം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അത് ജോജു ജോർജിനെതിരായിട്ടാണ്. അത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ചോല എന്ന സിനിമയെക്കുറിച്ചാണ്, ആ ചോലയുടെ തമിഴ് പതിപ്പിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് സനൽകുമാർ പറയുന്നുണ്ട്, സത്യത്തിൽ പുറത്തിറങ്ങാത്തതായി 4മതൊരു സിനിമ കൂടിയുണ്ട്, ചോലയുടെ തമിഴ് പതിപ്പായ അല്ലി. ഒരു സിനിമയും വെറുതെ ഉണ്ടായി വരുന്നതില്ല, എല്ലാത്തിനും പിന്നിൽ നിരവധി മനുഷ്യരുടെ വിയർപ്പുണ്ട്. കാർത്തിക് സുബ്ബരാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷന് കൂടി നിർമ്മാണ പങ്കാളിത്തമുള്ള സിനിമയുടെ മുഴുവൻ ജോലികളും തീർത്ത ശേഷം അതിൻ്റെ പ്രിൻ്റുകളെല്ലാം ഞാൻ അറിയാതെ ജോജു ജോർജ് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. അതിനുവേണ്ടി പണിയെടുത്ത എനിക്ക് ഒരു ചില്ലിക്കാശും തന്നില്ല. എനിക്ക് ഭ്രാന്തായെന്നും എൻ്റെ കഥ കഴിഞ്ഞെന്നും പറഞ്ഞു വരുത്തി എന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു എൻ്റെ സിനിമകളോട് ഇത്രയും നീചമായ പ്രവൃത്തികൾ ചെയ്യാൻ ഇവർക്കൊക്കെ ധൈര്യം നൽകുന്നത്. ഇതാണ് സനൽകുമാറിൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു താരത്തെ മുൻനിർത്തിയുള്ള ആരോപണം. ടൊവിനോയുടെ അധ്യായം അങ്ങനെ നിൽക്കുമ്പോൾ ഇനി ജോജു ജോർജ് കൂടി ഇതിന് മറുപടി പറയാൻ പിന്നോട്ട് വരണം. ജോജു ജോർജ് കൂടി ഇനി ഇതിന് മറുപടി പറയാൻ മുന്നോട്ട് വരേണ്ട സാഹചര്യം. സനൽകുമാറിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇവിടെ അടങ്ങില്ല എന്നർത്ഥം. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.